ഇതും തന്നിരിക്കുന്ന ഒരു ലൈനിൻ്റെ ഡൈമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് അയ്യോ ഇതെന്തോന്ന് എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്തുവാണ് ഇത് ഭയങ്കര നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര സാധനമൊന്നും അല്ല ഇത്. നോക്കിയേ, ദ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂസ് ഓഫ് എ ലൈൻ. ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു 45 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി ടു ദ എക്സ് വൈ ലൈൻ. അതായത് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും 35 ഡിഗ്രി 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്തുമായിട്ട്, എക്സ് വൈ ലൈനുമായിട്ട്. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെയും ഫ്രണ്ട് വ്യൂവിൻ്റെ, ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷനാണ് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എ ഡാഷ് ബി ഡാഷ്. അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്, ഒരിക്കലും തീറ്റയല്ല എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് ആൽഫയും എന്തുമാണ്, ബീറ്റയും ആണ്. കാര്യം ആലോചിക്കണം, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ ബി ആണ്, എ ബിയുടെ ഇൻക്ലിനേഷൻ ബീറ്റ. അപ്പോൾ ടോപ്പ് വ്യൂ എത്ര ഡിഗ്രി, 35 ഡിഗ്രി. അപ്പോൾ 35 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി, ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റെസ്പെക്റ്റീവ്ലി ആണല്ലോ. ഓൺ എൻഡ് ഓഫ് ദ ലൈൻ ഈസ് ഇൻ എച്ച് പി ആൻഡ് വി പി. ഒരു എൻഡ് എന്ന് പറയുന്നത് ഓൾറെഡി എച്ച് പിയിലും വി പിയിലും ആണ്. ഒരു പോയിൻറ്റ്, ഇപ്പോൾ ഒരു ലൈനിൻ്റെ പേര് ഞാനിപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനായിട്ട് എടുക്കുന്നു. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഒരു എൻഡ്, ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റ്, ഇറ്റ് ഈസ് ഇൻ എച്ച് പി ആൻഡ് വി പി. എ എന്ന് പറയുന്നത് എച്ച് പിയിൽ വി പിയിലാണെങ്കിൽ ഇപ്പോൾ പോയിൻറ്റ് ഈസ് ഓൺ എച്ച് പി, ദെൻ എ ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ കിട്ടും. ദ പോയിൻറ്റ് ഈസ് ഓൺ വി പി, ദെൻ എ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ കിട്ടും. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ കിട്ടും, നമുക്കറിയാം. അപ്പോൾ ഒരു എൻഡ് എക്സ് വൈ ലൈനിൽ തന്നെ കിടക്കും. ഒരു ലൈനിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഓൺ എച്ച് പി ആൻഡ് ഓൺ വി പി ആണ്. അപ്പോൾ എ ആണെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഓൺ എച്ച് പി ഓൺ വി പി കണ്ടീഷനിലാണ് എ എന്ന് പറയുന്ന പോയിൻറ്റ്. വൈൽ ദ അതർ എൻഡ് ഈസ് 40 മില്ലിമീറ്റർ ബിലോ എച്ച് പി. അപ്പോൾ ബി എന്ന് പറയുന്ന എൻഡാണ്. ബി എന്ന് പറയുന്ന എൻഡ് എത്രയായിരിക്കും, 40 മില്ലിമീറ്റർ ബിലോ എച്ച് പി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ആൻഡ് ഫൈൻഡ് ദ ട്രൂ ലെന്ത് ആൻഡ് ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. പ്രൊജക്ഷൻസ് വരയ്ക്കുക, എന്താണ് ട്രൂ ലെന്ത്, ട്രൂ ഇൻക്ലിനേഷൻസും കാര്യങ്ങളെല്ലാം എല്ലാം വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്തു, എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു പോയിൻ്റ്, എ പോയിൻ്റ് ഈസ് ഓൺ എച്ച് പി ആൻഡ് വി പി. അപ്പോൾ ഒരു പോയിൻ്റ് നമുക്ക് എവിടെ തന്നെ മാർക്ക് ചെയ്യാം, എക്സ് വൈ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാം. ആ പോയിന്റിൽ തന്നെ എ ഡാഷും കിടക്കും എയും കിടക്കും. അത് പോയിന്റ് ഓൺ എച്ച് പി ആണെങ്കിൽ എ ഡാഷ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ വി പി ദെൻ എ വിൽ ബി, പ്ലാൻ വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ആ പോയിന്റ് കിട്ടി. നെക്സ്റ്റ് ഇനി അടുത്ത് പറയാൻ പറ്റുന്ന പോയിന്റ് ബി ഈസ് 40 മില്ലിമീറ്റർ ബിലോ എച്ച് പി. അപ്പോൾ 40 മില്ലിമീറ്റർ ബിലോ എച്ച് പി ആണ് പോയിന്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി ഡാഷ് അഥവാ അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 40 മില്ലിമീറ്റർ താഴെ ആയിരിക്കും. നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് ഇതിനിടയ്ക്കുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു 40 മില്ലിമീറ്റർ താഴേക്ക് എടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടൊരു ലോക്കസ് ലൈൻ എനിക്ക് എന്ത് ചെയ്യാം, വരച്ചിടാൻ പറ്റും. അപ്പോൾ ബിലോ എച്ച് പി ആകുമ്പോഴത്തേക്ക് ഈ ലൈനിൽ കിടക്കുന്നത് ബി ഡാഷാണ്. ബി ഡാഷാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ട്രൂ ലെന്തിലെ പോയിൻറ്റ് B1 ഡാഷ് ആയിരിക്കും അല്ലേ. അപ്പോൾ B1 ഡാഷ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ കിടക്കുന്നത് ബി ഡാഷ് ആൻഡ് B1 ഡാഷ്. ഓക്കെ, അപ്പോൾ അത് എത്രയായി. ഇനി നമുക്ക് അടുത്ത് വേണ്ടി എന്താ, അപ്പോൾ എ ഡാഷ് എ വന്നു, പിന്നെ അടുത്തെന്താണ് ബി ഡാഷ് B1 ഡാഷ് വന്നു. നെക്സ്റ്റ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഇത് രണ്ടും മാർക്ക് ചെയ്തു, ബി ഡാഷ് ലോക്കസ് ലൈൻ വരച്ചു. ഇനി അടുത്ത മാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ പ്ലാനും എലിവേഷൻസ് മാത്രമേ ഉള്ളൂ. പ്ലാനിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റയും എലിവേഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ആൽഫ 45 ഡിഗ്രി. ആൽഫ നമ്മൾ എവിടെ വെച്ചാൽ മാർക്ക് ചെയ്യുന്നത്, ആൽഫ മാർക്ക് ചെയ്യുന്നത് എ ഡാഷ് വെച്ചിട്ടാണ്. അപ്പോൾ എ ഡാഷ് ഇവിടെയാണ്. അപ്പോൾ ഞാൻ എ ഡാഷ് വെച്ചിട്ട് എന്ത് ചെയ്തു, ആൽഫ മാർക്ക് ചെയ്യുന്നു. ഞാൻ ആൽഫ മുകളിലേക്കാണ് പറയുന്നത്, ബിയുടെ പറ്റൂല. എ ഡാഷ് വെച്ച് ബി ഡാഷ് അവിടെ കിടക്കുക, താഴെ കിടക്കുക. ബി ഡാഷ് താഴെ കിടക്കുകയാണെങ്കിൽ എ ഡാഷ് ബി ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ്. നോക്കിയേ, എ ഡാഷ് ബി ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് ആൽഫ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, എ ഡാഷ് വെച്ചിട്ട് താഴേക്ക് വരുന്ന രീതിയിൽ എത്ര ആൽഫ എത്ര 45 അല്ലേ, 45 ഡിഗ്രി എടുത്തിട്ട് ഞാനൊരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു. ആ ഒരു ലൈൻ അങ്ങ് വരച്ചിട്ടു. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡാ, 45 ഡിഗ്രി ഇൻക്ലൈൻഡാ. അപ്പോൾ ഇത് 45 ഡിഗ്രി ഞാൻ എന്താ മാർക്ക് ചെയ്തത്, ആൽഫ മാർക്ക് ചെയ്തത്. ആൽഫ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എ ഡാഷ് ബി ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് ആൽഫ. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ ബി ഡാഷ് കിടക്കും, ഈ ലൈനിൽ എവിടെയോ എന്തുണ്ട്, ബി ഡാഷ് കിടക്കും. ഈ ലോക്കസ് ലൈനിലും ബി ഡാഷ് കിടക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് ഈ പോയിന്റിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ദിസ് വിൽ ബി ബി ഡാഷ്. ഓക്കെ, ബി ഡാഷ് ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, ബി ഡാഷ് ഉണ്ടെങ്കിൽ നമുക്ക് B1 ഡാഷ് എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് ഇതേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും. ബി ഡാഷും ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും. അപ്പോൾ ഇതിലെവിടെയോ എന്ത് കിടപ്പുണ്ട്, ബി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റ നമുക്ക് പറഞ്ഞുകൊണ്ട് ഇനി 35 ഡിഗ്രി മാർക്ക് ചെയ്യാനേ ഉള്ളൂ. ബീറ്റ എവിടെ വെച്ചാൽ മാർക്ക് ചെയ്യുന്നത്, ബീറ്റ മാർക്ക് ചെയ്യുന്നത് എയിൽ വെച്ചാൽ. അൺഫോർച്ചുനേറ്റ്ലി എ ഡാഷും എയും ഒരേ പോയിൻ്റാണ്. അവിടെ വെച്ച് തന്നെ ഞാൻ ബീറ്റയെ മാർക്ക് ചെയ്യുന്നു. എത്രയാണ് ബീറ്റ മാർക്ക് ചെയ്യുന്നത്, 35. 35 ഇതാണ് 35 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു,
ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു. അപ്പോൾ ഇതിലെവിടെയോ എന്ത് കിടക്കും? ബി കിടക്കും. അപ്പോൾ ഇത് എത്രയാണ് വരച്ചേ? 35 വരച്ച്. അതിലെവിടെയോ ബി കിടക്കും. അപ്പോൾ എ ബി എനിക്ക് ഡാർക്ക് ചെയ്യാൻ തോന്നുന്നു അല്ലേ? എ ബി ഞാൻ ഡാർക്ക് ചെയ്തങ്ങ് വെച്ചു. എന്തായാലും ഡാർക്ക് ആയിരിക്കുമല്ലോ, അവസാനം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബീറ്റ വരച്ചു. അപ്പം ബീറ്റ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? എ ബിയുടെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതിലും ഈ ലൈനിൽ ബി കിടക്കും, ഈ ബി ഡാഷ് ബി എന്ന് പറയുന്ന ഈ ലൈനിലേക്ക് ബി കിടക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് കറക്റ്റ് എക്സാക്റ്റ് പോയിൻറ്റ് ബി, എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാർക്കായിട്ട് ഇവിടെ കാണിക്കാനായിട്ട് പറ്റും. അതായത് പ്ലാൻ ഓഫ് ദ ലൈൻ. ബിയിൽ വെച്ചുകൊണ്ട് എനിക്ക് എന്തും വരയ്ക്കാം. ഐ ക്യാൻ ഡ്രോ ദ ലോക്കസ് ലൈൻ ഓൾസോ. ഓക്കെ, ബി ഉണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന അടുത്ത പോയിൻ്റ് ഏതാണ്? ഇഫ് ബി ഈസ് ഇൻ ദിസ് ലോക്കസ് ലൈൻ, അതിൽ തന്നെ ആ ലോക്കസ് ലൈനിൽ കിടക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് B1, ട്രൂ ലെന്തിലെ പോയിൻ്റ് B1 അവിടെ കിടക്കും. ഇത്രയാണ് അടുത്ത പരിപാടി. ഇനി ഇതിൻ്റെ ട്രൂ ലെന്തുകൾ കണ്ടുപിടിക്കണമെന്നുള്ളത്. ട്രൂ ലെന്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓബ്വിയസ്ലി ഇപ്പോൾ എ ബി ഉണ്ട്. എ ബി ഉണ്ടെങ്കിൽ എയിൽ വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ എ ബിയിൽ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എ ബി ഉണ്ട്, എ ബി. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് എ ഡാഷ് ബി ഡാഷാണ്. ഇപ്പോൾ പോട്ടെ, എ ബിയുടെ കാര്യം തന്നെ എടുക്കുക. എ ബി നമ്മുടെ മുകളിലാണ്, മുകളിലോ എവിടെ ആയിക്കോട്ടെ, ഇവിടെ മുകളിൽ കിടക്കുന്നു. എന്ത് വരയ്ക്കണം? ഒരു ആർക്ക് വരയ്ക്കണം. എവിടം വരെ വരച്ചാൽ മതി? എയിൽ വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ. അതുകൊണ്ട് എയിൽ വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ എ ബി എന്ന് ആർക്ക് വരയ്ക്കണം. അപ്പോൾ എയിൽ വെച്ച് വരച്ച ഹോറിസോണ്ടൽ ഇതാണ്. എ ബി എന്ന് ആർക്ക് വരയ്ക്കുമ്പോൾ ദാണ്ട് ഇവിടെ ഒന്ന് മുട്ടും. ഇതാണ് പോയിൻറ്റ്. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന? എ ബിനെ റൊട്ടേറ്റ് ചെയ്ത് ഹോറിസോണ്ടലാക്കി, അഥവാ എക്സ് ലൈനിന് പാരലാക്കി, എന്നിട്ട് ഇവിടെ നേരെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ ലോക്കസ് ലൈനിൽ കിട്ടുന്ന പോയിൻ്റാണ് B1 ഡാഷ്. അപ്പോൾ ഇവിടെ ലോക്കസ് ലൈൻ താഴെ കിടക്കുന്നത്, B1 ഡാഷിന് ലോക്കസ് ലൈൻ താഴെ കിടക്കണം. അപ്പോൾ ഇവിടെ നേരെ താഴേക്ക് വരയ്ക്കുക. ഈ ലോക്കസ് ലൈനിൽ വന്ന് മുട്ടുന്ന പോയിൻ്റാണ് ദിസ് പോയിൻ്റ് ഈസ് എന്താണ്? B1 ഡാഷ്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം? എ ഡാഷും B1 ഡാഷും കൂടെ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇംഗ്ലീഷിനായിട്ട് എ ഡാഷ് B1 ഡാഷിൻ്റെ ഇംഗ്ലീഷിനായിട്ട് നമുക്ക് തീറ്റ കിട്ടുകയും ചെയ്യും. ഇനി അതേപോലെ തിരിച്ച് ബി ഡാഷ് എന്ന് പറയുന്ന സാധനം, ബി ഡാഷ് എന്ത് ചെയ്യുക? എ ഡാഷ് ബി ഡാഷ് റൊട്ടേറ്റ് ചെയ്താൽ എ ഡാഷ് വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ പാരലാക്കുക, വെർട്ടിക്കലിന് വരയ്ക്കുക, ലോക്കസ് ലൈനിലേക്ക് അവിടെ B1 കിട്ടും. അപ്പോൾ ഇവിടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ താഴെയാണ്. അപ്പോൾ താഴെയുള്ള എ ഡാഷ് ബി ഡാഷിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഹോറിസോണ്ടലാക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ആ പോയിൻ്റ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് വെർട്ടിക്കൽ വരയ്ക്കുന്നു. ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് വിൽ ബി B1. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എയും B1 മാറിപ്പോരുത്, എയും B1 കൂടെ ജോയിൻ ചെയ്യുന്നു. B1 ജോയിൻ ചെയ്താൽ കിട്ടുന്ന സാധനം ഫൈ, എ ഡാഷ് B1 ഡാഷ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന സാധനം തീറ്റ. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഇതാണ് ഇൻക്ലിനേഷൻസും നമുക്കിവിടെ കിട്ടുക. നമുക്കിവിടെ കണ്ടുപിടിക്കാനൊന്നും പറയില്ല. ഫൈൻഡ് ദ ട്രൂ ലെന്ത് ആൻഡ് ഇൻക്ലിനേഷൻസ് ഓഫ് ദ അപ്പോൾ തീറ്റ ഫൈ കണ്ടുപിടിക്കണം. തീറ്റ എത്രയാണെന്നുള്ളത് നോക്കണം, ഫൈ എത്രയാണെന്നുള്ളത് നോക്കണം, ട്രൂ ലെന്ത് എത്രയാണെന്നുള്ളത് നോക്കണം. ട്രൂ ലെന്ത് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ലെന്താ? എ ഡാഷ് B1 ഡാഷിൻ്റെയോ B1ൻ്റെയോ ലെന്താ? അതായത് എ ഡാഷ് B1 ഡാഷ് ഇസ് ഈക്വൽ ടു B1 ഇസ് ഈക്വൽ ടു ആണ് അവിടുത്തെ വാല്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീറ്റ 39-ഉം തീറ്റ 26 വരും. 5 39 ഒരു 3 അങ്ങോട്ടും കൂടെ മാറാം കേട്ടോ. ട്രൂ ലെന്ത് 63 മില്ലിമീറ്റർ വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ എന്തായിട്ട് വരുന്നത്? ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ ഒത്തിരി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പാണ്.